ഒരുപാട് കാലം കാമുകനായി പിന്നാലെ നടന്നിട്ടും ആ പെണ്ണ് വ്യഭിചാരത്തിന് സമ്മതം കൊടുത്തില്ല, അവൾ അതിനെ സമ്മതിച്ചില്ല. അങ്ങനെ ഗത്യന്തരമില്ലാതെ വന്നപ്പോ ഈ കിഫിലിനോട് എന്തെങ്കിലും 100 ദീനാർ 100 ദീനാർ ആവശ്യപ്പെട്ടുകൊണ്ട് ആ പെണ്ണ് വരികയാണ്. അപ്പൊ അയാൾ ആ കിഫിൽ നിർബന്ധം പിടിച്ചു. തിന്മ ചെയ്ത് നടക്കുന്ന ഒരാൾ, ആലോചിച്ച് നോക്കി. അവളോട് പറഞ്ഞു, നിനക്ക് ഞാൻ 100 ദീനാർ തരാം. എന്ത് ചെയ്യണം? എനിക്ക് വ്യഭിചാരത്തിന് നിന്ന് തരണം. ഇതായിരുന്നു അവന്റെ ഉദ്ദേശ്യം. അവൾ പേടിച്ചു, അവൾ സങ്കടപ്പെടാൻ തുടങ്ങി. പടച്ചവനെ, ഒരു ദാരിദ്ര്യം വന്നതിന്റെ പേരിൽ ഒരു വ്യഭിചാരത്തിന് നിന്ന് കൊടുക്കേണ്ട വരുന്നൊരു ഗത്യന്തരത്തിലേക്ക് ഞാൻ എത്തിയല്ലോ റബ്ബേ. അവൾക്ക് വേറെ വഴിയില്ലായിരുന്നു. ثم قعد منها مقعد الرجل من امرأته فارتعدت وبكت. ആ ഒരു മഹാ തിന്മ നടക്കാൻ പോകുന്ന സമയം ഫർതഅദത്, ആ പെണ്ണ് വിറവിറക്കാൻ തുടങ്ങി. വബകത്, അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. യൗവനത്തിന്റെ ആ ഒരു ചൂടിലും ഊഷ്മളതയിലും നിൽക്കുമ്പോ തിന്മയുടെ രസം, അതിന്റെ പിറകെ വരുന്ന അദാബിനെ മറപ്പിച്ചു കളയുന്നത് സ്വാഭാവികം. ലാ ഖൈറ ഫീ ലദ്ദത്തിൻ മിൻ ബഅദിഹാ അന്നാർ. ഏതൊരു തിന്മയ്ക്ക് ശേഷവും വരാനുള്ളത് ശിക്ഷയാണെങ്കിൽ ആ തിന്മയ്ക്ക് എന്ത് ആനന്ദം! ആ പെണ്ണ് വിറക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. മാ യുബ്കീകി, എന്തിനാണ് നീ കരയുന്നത് എന്ന് അയാൾ ചോദിച്ചു. ഈ ചരിത്രം പറഞ്ഞു തരുന്നത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾ പറഞ്ഞു, ഹാദാ അംറുൻ മാ ഫഅൽതുഹു ഖത്തു, എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത തിന്മയാണിത്. വഇന്നമാ ഫഅൽതുഹു ആന ലിൽ ഹാജ, ഞാനിത് ചെയ്യുന്നത് ദാരിദ്ര്യം കൊണ്ടാണ്. ദാരിദ്ര്യമില്ലായിരുന്നുവെങ്കിൽ ഞാനിത് ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞു പൊട്ടിക്കരയുകയാണവൾ. ഒരു തിന്മ നടക്കുമ്പോൾ ആ തിന്മ ആസ്വദിക്കുന്നതും ആ തിന്മയിൽ പേടിക്കുന്നതും രണ്ടും രണ്ടല്ലയോ? ഫഅഖ്ബല അലാ നഫ്സിഹി യുവബ്ബിഹുഹാ. ഒരു തിന്മ അയാൾ ആഗ്രഹിച്ചത്, വർഷങ്ങളോളം ഇവളുടെ പിന്നാലെ നടന്നിട്ട് കിട്ടാത്തത് സാധ്യമായപ്പോൾ ഈ പെണ്ണിന്റെ കരച്ചിൽ കേട്ടപ്പോ കിഫിലിന്റെ മനസ്സിനെന്തോ ചില ചിന്തകൾ കോറിയിടുകയാണ്. അയാൾ ചിന്തിച്ചു പോയി, റബ്ബേ, ഒരു തിന്മയും ഒഴിവാക്കാതെ നടക്കുന്ന ഞാൻ, മദ്യപാനം എന്റെ ശീലം, വ്യഭിചാരം പറ്റുന്നിടത്ത് മുഴുവനും അങ്ങനെ തിന്മകൾ എന്റെ കൂടപ്പിറപ്പ്, അങ്ങനെ നടക്കുന്ന ഞാൻ, ലാ അബ്കി, എനിക്കെന്താണ് കരച്ചിൽ വരാത്തത്? വഹാദിഹിൽ മർഅ, ഈ പെണ്ണാണെങ്കിലോ മാ ഫഅലത് മഅസിയതൻ ഖത്തു, ഇപ്പോഴും കന്യകയായി നടക്കുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ട് നടക്കുന്ന ഈ പെണ്ണ്, അവളാണെങ്കിലോ പൊട്ടിക്കരയുകയാണ്. ഞാനല്ലയോ അവളെക്കാളും അള്ളാഹുവേ നിന്നെ പേടിക്കേണ്ടത്? തിന്മ ചെയ്യുന്ന ഞാനല്ലയോ പേടിക്കേണ്ടത്? അവൾ പേടിക്കുന്നു, അവളൊന്നും ചെയ്തിട്ടില്ല, ഞാനാണ് തിന്മ ചെയ്യാൻ വന്നത്. അവിടുന്ന് എഴുന്നേറ്റു. തുമ്മ ഖാമ മിൻ ഇൻദിഹാ മുഅ്രിദൻ തായിബാ, തൗബ ചെയ്തുകൊണ്ട് മടങ്ങി അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റെന്ന് മാത്രല്ല, നോക്കണം, അല്ലാഹു ആ കിഫിലിന് മരണം അവിടെ നടത്തി കൊടുത്തു. ഫമാത മിൻ സാഅതി, അവിടെ വെച്ച് മരിക്കുകയാണ് കിഫിൽ. ഫഅസ്ബഹ മക്തൂബൻ അലാ ബാബിഹി, കിഫിലിന്റെ ജനാസ എടുക്കാൻ വന്ന ആളുകൾ, കിഫിലിനെ കുളിപ്പിക്കാൻ വരുന്ന ആളുകൾ, കിഫിലിന്റെ വീട്ടുകാർക്ക് ആശ്വാസം നൽകാൻ വരുന്ന മുഅസ്സികളായ ആളുകൾ, അവർ മുഴുവനും കാണുന്നു. മക്തൂബൻ അലാ ബാബിഹി, വീടിന്റെ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്നല്ലാഹ തആല ഗഫറ ലിൽ കിഫിൽ, അല്ലാഹു കിഫിലിന് പുറത്തു കൊടുത്തിരിക്കുന്നു. ആരും എഴുതി വെച്ചതല്ല, അവിടെ ഒരു ഉല്ലേഖനം ചെയ്യപ്പെട്ടത് ആളുകൾ കണ്ടുകൊണ്ട് കണ്ടുവന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സംഭവിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തായ ഖബറിലേക്ക് മഹാന്റെ ജനാസ ഇറക്കി വെക്കുമ്പോ ഹാദാ ഫിദാഉക മിനന്നാർ എന്ന് പറഞ്ഞ ഒരു റുക്അ, ഒരു തോലിന്റെ കഷ്ണം പാറി വന്ന് വീണിട്ടുണ്ടായിരുന്നു ഖബറിൽ. ഇത് നിങ്ങൾക്ക് നരകം ഹറാമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന അറിയിപ്പാണ്. സുബ്ഹാനല്ലാഹ്. ആ ഒരു കഷ്ണം തോൽ കഷ്ണത്തോടുകൂടെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവിടെ ജനാസ മറവ് ചെയ്തിരുന്നത്. ഹാദാ ഫിദാഉക മിനന്നാർ, ഹാദാ ഫിദാഉക മിനന്നാർ. ചില അറിയിപ്പുകൾ അല്ലാഹു നൽകും.
മഹാനായ സുഹാബി അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിൻ്റെ സമയത്ത് ഇതുപോലൊരു പക്ഷിയുടെ ചരിത്രമുണ്ട്. ഏതായിരുന്നാലും അതൊക്കെ വളരെ സ്വഹീഹായ സംഭവങ്ങളാണ്.